ലക്ഷ്മണൻ പോയി എന്ന് പറയുന്നതിനാണ് ഞാൻ ഈ 15 മിനിറ്റ് വിവരിച്ചത് അല്ലേ? അങ്ങനെയാണെങ്കിൽ 24,000 ശ്ലോകങ്ങൾ എടുത്ത് ഇതിനെ ഇനി എത്ര വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. എത്രമാത്രം ഉണ്ട് രാമായണം, എത്രമാത്രം വ്യാഖ്യാനിക്കാൻ പറ്റും. അതിന്റെ മഹത്വം ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ വേറൊരു രാജ്യം വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് ശത്രുഘ്നൻ. അറിഞ്ഞപ്പോൾ ശത്രുഘ്നൻ വേഗം കുട്ടികൾക്ക് രാജ്യമൊക്കെ വീതിച്ചു കൊടുത്തിട്ട് ഞാനും പോരുവാന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്, കൊട്ടാരത്തിലുള്ള എല്ലാവരും പറഞ്ഞത് ഞങ്ങൾ എന്തിനാണ് ഇരിക്കുന്നത്, ഞങ്ങൾ പോരുവാണ്. മാനവന്മാർ പറഞ്ഞു ഞങ്ങളും പോരുവാണ്. എല്ലാവരും പിക്നിക്കിനാണ് പോണത്, എന്തിനാ പഠിക്കാനാണ് പോണത്. പക്ഷേ വാൽമീകി രാമായണത്തിൽ പറയുകയാണ് ഈ പോരക്കന്മാരൊക്കെ നല്ല കുട്ടിക്കാരണം പറഞ്ഞ് നല്ല ആമോദത്തോടു കൂടി ഉത്സാഹത്തോടു കൂടി കാറിക്കൂടി തന്നെയാണ് പോണത്. അപ്പൊ എന്താ അങ്ങനെ പോണത്? അവർക്കറിയില്ലേ അവർ ശരീരം പഠിക്കാനായിട്ട് പോവാണെന്ന്? തീർച്ചയായിട്ടും അവർക്കറിയാം. പക്ഷെ പറയാണ് എവിടെയാണോ ശ്രീരാമനുള്ളത് അവിടെ ആനന്ദം മാത്രമേ ഉണ്ടാവും. ഇത് ശ്രീരാമനാണ്, ഇത് ആത്മാരാമനാണ്, ഇത് ഭഗവാനാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ദുഃഖം വരില്ല. ഇനി മരിക്കുകയാണെങ്കിൽ ഏത് ലോകത്ത് ചെന്നാലും ശ്രീരാമന്റെ കൂടെയല്ലേ, പിന്നെന്തിനാ പേടിക്കുന്നത്? പിടിച്ചിരിക്കുന്ന പുളിക്കൊമ്പിലല്ലേ അല്ലേ? അതുകൊണ്ടാണ് അവർക്ക് ഭയമില്ലാതിരുന്നത്. ശ്രീരാമനാണ് അവർക്ക് ദുഃഖം ഉണ്ടാക്കുക, അവർക്ക് ഭയം ഉണ്ടാക്കുക. ശ്രീരാമൻ എന്ന് വെച്ചാൽ എന്താണ്? രമിപ്പിക്കുന്ന ആനന്ദം തന്നെയാണ്. അതുകൊണ്ടാണ് ഇവരുടെ സന്തോഷം. അപ്പൊ ഇതിനെ ആത്മഹത്യ എന്ന് പറയാൻ പറ്റുമോ? ആത്മഹത്യ നിരാശയിൽ നിന്ന്, ദുഃഖത്തിൽ നിന്നാണ് ഉടലെടുക്കുക പലപ്പോഴും. പക്ഷെ ഇവിടെ സ്വന്തം കർമ്മങ്ങളെല്ലാം ഒടുങ്ങി വൃത്തിയായിട്ടുള്ള ശരീരം വെടിയലാണ് കാണിക്കുക. ഇനി ഇവിടെ ശ്രീരാമൻ ആ സരയൂ നദിയിലേക്ക് പോകുന്ന രംഗം വാൽമീകി വർഷം കാണിക്കുന്നുണ്ട്. ഈ ഒരൊറ്റ രംഗത്തിൽ മാത്രമാണ് ശ്രീരാമന്റെ കയ്യിൽ അമ്പും വില്ലും ഉണ്ടാക്കുക. ബാക്കി എല്ലായിടത്തും ഉണ്ട്. ഉറങ്ങുമ്പോൾ അമ്പും വില്ലും ഉണ്ടോ ചോദിക്കുന്നത്, അടുത്തിരിപ്പുണ്ട് അല്ലേ? കുളിക്കുമ്പോൾ ഉണ്ടോ ചോദിക്കുന്നത്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ഭാരതത്തില് ഏത് ക്ഷേത്രങ്ങൾ എടുത്തു നോക്കിക്കോളും അവിടെ എല്ലാം ശ്രീരാമ വിഗ്രഹത്തിൽ എന്തുണ്ട്? അമ്പും വില്ലും ഉണ്ട് അല്ലേ? അമ്പും വില്ലും ഇല്ലാത്ത ശ്രീരാമനെ കാണാൻ സാധിക്കുമോ? ഇല്ല. അതിന് കാരണം ശ്രീരാമൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സീതയെ വേണമെങ്കിൽ ഉപേക്ഷിക്കും, ലക്ഷ്മണനെ വേണമെങ്കിൽ ഉപേക്ഷിക്കും, പക്ഷെ ധർമ്മത്തിന് ഉപേക്ഷിക്കില്ല. ധർമ്മത്തിനെ കാക്കാനായി ശ്രീരാമൻ കൊണ്ട് നടന്നതാണ് ഈ അമ്പും വില്ലും. പക്ഷെ ശരീരം വെടിയുന്ന സമയത്ത്, സരയൂരിലേക്ക് പോകുന്ന സമയത്ത് എന്തായി? അത് കഴിഞ്ഞ് ആ പട്ടുന്ന അപ്പൊ എന്താണ് ഈ ദർപ്പ